الحمد لله الكريم المنان المتفضل على عباده بأسناف النعم وأنواع الإحسان، وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان، وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان، صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المسلمون، أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും സമഗ്രമാണ്, സമ്പൂർണമാണ്. കാരണം മനുഷ്യന്റെ ഇഹപര വിഷയങ്ങളിൽ കൃത്യമായ ജീവിത മാർഗദർശനമാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആത്മീയമായ, ബൗദ്ധികമായ, ശാരീരികമായ, സാമൂഹികമായ, മാനസികമായ, കുടുംബപരമായിട്ടുള്ള എല്ലാ തലങ്ങളെയും പരിശുദ്ധ ഇസ്ലാം അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാം എന്ന മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മനുഷ്യന്റെ ശരീരം, അവന്റെ മനസ്സ്, അവന്റെ ആത്മാവ്, അവന്റെ വിശ്വാസം, അങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും ഇസ്ലാം വളരെ ശക്തമായ ഒരു മുസ്ലിമിനെ വളർത്തിയെടുക്കാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ദുർബലനായ വിശ്വാസിയെക്കാളും ശക്തനായ വിശ്വാസിയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തെ അവഗണിച്ചുകൊണ്ട് വെറും ആത്മീയമായ ജീവിതവും കെട്ടുറപ്പും നന്മകളും മാത്രം ശേഖരിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ വിശ്വാസി ദുന്യവിയായ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ശരീരവും അവന്റെ മനസ്സും ആരോഗ്യ ദൃഢമായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെ വളരെ കൃത്യമായി കൊണ്ട് എന്നെയും നിങ്ങളെയും ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ പറഞ്ഞേക്കുക, അള്ളാഹു അവന്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളും വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയത് ആരാണ്? പറയുക, അവ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹികമായ ജീവിതത്തിൽ സത്യവിശ്വാസികളുടെ മേൽ അവകാശപ്പെട്ടതാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സമ്മാനമായി നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഖുർആനിക വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളെ നിഷിദ്ധമാക്കി
മനുഷ്യരായ നമ്മുടെ ശരീരങ്ങളെ പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, രോഗത്തിലേക്ക് വലിച്ചിഴക്കുന്ന ഒരവസ്ഥ, ഒരു ദർശനമല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം മാനവരാശിയുടെ മുമ്പിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട മതധ്യാപനങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു കലിമത്താണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനോട് ബാധ്യതയുണ്ട്, കടമയുണ്ട്. ആ കടമയും ബാധ്യതയും നിർവഹിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിന്റെ ശരീരത്തിനോട് നിനക്ക് കടമയുണ്ട്, ബാധ്യതയുണ്ട്. ശരീരം ദുർബലമാകുമ്പോൾ ആ ശരീരത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അഴുക്ക് പിടിക്കുമ്പോൾ ആ ശരീരത്തെ ശുദ്ധീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ആ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ആ ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമം ആ ശരീരത്തിന് നൽകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇനി ആ ശരീരം രോഗത്തിന് അടിമപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ ചികിത്സകൾ തേടുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സുരക്ഷിതവും ശാന്തവുമായ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാന രേഖയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് അസ്ഹത്തു താമ്മ, പരിപൂർണമായ നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. അത് അള്ളാഹു ആ മനുഷ്യന് നൽകിയിട്ടുള്ള ആഫിയത്തിന്റെ അടയാളമാണ്. ആ ആഫിയത്ത് എന്ന കലിമത്തിനെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് ഹിയ ബിസ്സർഫി സൂഇ അൻഹു വവിഖായതിഹി മിനൽ ബലായ വൽ അസ്ഖാം വഹിഫ്ളുഹു മിനശ് ശുറൂർ വൽ ആതാം. എത്ര മനോഹരാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. എന്താ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും, മോശമായ പ്രവണതകളിൽ നിന്നും, അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്നും, അവന്റെ ശരീരം കൊണ്ട് താങ്ങാൻ കഴിയാത്തത്ര വലിപ്പമുള്ള ഭീതിതമായ മാരാരോഗങ്ങളിൽ നിന്നും, എല്ലാവിധ തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും ആ മനുഷ്യന് ആഫിയത്ത് ലഭിക്കുന്നതിലൂടെ സംരക്ഷണം ഒരുക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തന്റെ അനുചരന്മാരോട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്. വസലുല്ലാഹുൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം. എന്താണ് ആഫിയത്ത്? രോഗമില്ലാത്ത ഒരു ശരീരം, രോഗമില്ലാത്തൊരു ജീവിതം. നമുക്ക് ചുറ്റുഭാഗം, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾക്കിടയിൽ എത്ര വിഷമകരമായ രോഗത്തിന്റെ വേദനകളിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓക്സിജൻ ഒന്ന് എടുത്തു മാറ്റാൻ പോലും കഴിയാത്ത ജീവിത രീതിയിൽ മുന്നോട്ട് പോകുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള രോഗികൾക്ക് എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് നമുക്ക് അള്ളാഹു സംരക്ഷണമേകിയിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ശരീരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകനും അതാണ് പറയുന്നത്, ആ ആഫിയത്തിന് നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യഖീനിന് ശേഷം, ദൃഢവിശ്വാസത്തിന് ശേഷം അള്ളാഹു അവന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ആഫിയത്താണ്. രോഗമില്ലാത്ത ജീവിതവും ശരീരവുമാണ് എന്ന. ശരീരത്തിന് രോഗം ഉണ്ടാകാൻ പാടില്ല, മനസ്സിനും രോഗം ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഒരു മനുഷ്യന് മുക്തി ലഭിക്കുന്നുണ്ടോ, അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആഫിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയ. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല ആഫിയത്തുള്ള, രോഗമില്ലാത്ത ശരീരത്തോടെ ജീവിക്കാൻ ഒരു ദിവസം അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന് ഈ ദുനിയാവിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിച്ചവര് തുല്യമാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിൽ
ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ അഫ്ലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. എത്ര മനോഹര. അല്ലാഹുവിനോട് നമ്മൾ വെറുതെ പറയല്ല, വആഫിനി, പടച്ചവനെ എന്റെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ ഇപ്രകാരം പറയുകയാണ്. 3 കാര്യത്തെ തൊട്ട് അല്ലാഹുവിനോട് ചോദിക്കണമെന്നാണ്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിൽ നീ ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുവേ എന്റെ കേൾവിയിൽ ആരോഗ്യം നൽകണേ എന്നാണ് പ്രാർത്ഥിക്കുക. മാത്രമല്ല അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുവേ എന്റെ കാഴ്ചക്ക് നീ ആരോഗ്യം നൽകണേ. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ജീവിക്കുമ്പോഴും ചുറുചുറുക്കുണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, ആഫിയത്ത് ലഭിക്കണം, ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ കഴിയണം. നമ്മൾ പരസ്പരം ചോദിക്കുക, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷുഗറൊന്നുമില്ല, കൊളസ്ട്രോളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാ, നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആലോചിച്ച്, ഇന്ന് ആളുകൾ ഭക്ഷണത്തിന് പകരം ചോറിന്റെ വറ്റികളുടെ എണ്ണത്തിനനുസരിച്ച് കൊണ്ട് ഗുളികകൾ കഴിക്കുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മുടെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന, സങ്കടപ്പെട്ട് കരഞ്ഞു പോകുന്ന വലിയ രോഗങ്ങൾ. ആ രോഗവാർത്തകൾ കേൾക്കുമ്പോൾ, അതിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ആളുകൾ നമ്മൾ ഉണർത്തുമ്പോൾ നമുക്ക് വേദന തോന്നുന്നില്ലേ? എങ്കിൽ അല്ലാഹുവിനോട് ചോദിക്ക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി മുൻകരുതലുകൾ, മാർഗനിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ മാനവരാശിയുടെ മുമ്പിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അവന്റെ ശരീരത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അവന്റെ വീടിന്റെ കാര്യത്തിലാണെങ്കിലും, ചുറ്റുപാടിന്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാ രംഗത്തും ആ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധമാക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ പരിശുദ്ധ ഇസ്ലാം അതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ നിർദ്ദേശം എന്താ? അത്വഹാറത്തു വന്നളാഫ എന്നാണ്. ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. എങ്ങനെയാണ് നമുക്കത് കാത്തു സൂക്ഷിക്കാൻ കഴിയുക? അതിനാണ് ഒരു വിശ്വാസി 5 നേരം ഒരു ദിവസം വുളൂ ചെയ്യുന്നത്. അതാണ് ഇസ്ലാം പറഞ്ഞത്. വൽ വുളൂഇ വൽ ഇഹ്തിസാൻ, കുളിയിലൂടെ, വുളൂഇലൂടെ അവൻ അവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന വൃത്തി അവന്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രവണത എന്താ? നളാഫത്തുൽ ഫം, വായ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നാ. അതുപോലെ തന്നെ കോട്ടുവായിടുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ശല്യമില്ലാത്ത വിധത്തിൽ വായ പൊട്ടിപ്പിടിക്കണം. അതുപോലെ തന്നെ തുമ്മുമ്പോൾ ഒരു കർച്ചീപ്പ് കൊണ്ടെങ്കിലും ഒന്ന് മൂക്ക് പൊത്തണം. എന്താ കാരണം എന്നറിയോ? കോട്ടുവായിടുമ്പോഴും തുമ്മുന്ന സമയത്തും നമ്മുടെ ഉള്ളിലുള്ള അണുബാധകൾ പുറത്തേക്ക് വരും. അത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളിലേക്ക് പകർത്തപ്പെടും. മൂന്നാമതായി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശം സുനന് ഫിത്രത്ത് എന്നാണ്. ഫിത്രത്താക്കപ്പെട്ട കുറെ സുന്നത്തുകളുണ്ട്. അതിലൊന്ന് തക്രീമുൽ അൽഫാർ, നഖം വെട്ടുക. അതുപോലെ തന്നെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ മീശ വെട്ടുക, കക്ഷത്തിലെ രോമങ്ങൾ പറിച്ചെടുക്കുക. അങ്ങനെ ആ രൂപത്തിലെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ഒരു വിശ്വാസി എന്ന നിലക്ക് പാലിക്കുകയാണെങ്കിൽ, ശുചിത്വം ഉണ്ടാവുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് നേടാമെന്നാണ് ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെച്ച 4ാമത്തെ നിർദ്ദേശം അൽ ഇഅ്തിദാൽ ഫിൽ അദാ, ഭക്ഷണത്തിൽ മിതത്വം പാലിക്കാൻ കഴിയണം. കിട്ടുന്നതൊക്കെ വാരി വലിച്ചത് അവനവന്റെ വയറാണെന്നുള്ള ചിന്ത പോലില്ലാണ്ട് അത്തറങ്ങിട്ട് ഇടങ്ങാറാക്കുന്ന, നമ്മുടെ ശരീരത്തിനെയും വയറിനെയും പ്രയാസപ്പെടുത്തുന്ന ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഭക്ഷണത്തിൽ മിതത്വം ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അത്തഹദീർ ബിൽ ഇസ്റാഫ്, ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയരുത് എന്നാണ്. ഭക്ഷണത്തിൽ മിതത്വം ഉണ്ടാകണം, ഒപ്പം തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അമിതമാകരുത്, അല്ലെങ്കിൽ അതിര് കവിയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ കാണുന്ന
ഉള്ള ഹോട്ടലുകളുടെയും ചായപ്പീടികളുടെയും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുടെ ഒക്കെ വ്ളോഗിംഗ് ആണ് കാണുന്നത് അല്ലേ? അതിങ്ങനെ കാണും. ഈ ആളുകൾ അങ്ങനെ പോയി കഴിക്കും. നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് പോയി കഴിക്കുന്നത്. ഇത് മാത്രമേ ആളുകൾ കാണിക്കുള്ളൂ വ്ളോഗിലൂടെ. ഈ ഭക്ഷണം കഴിക്കുന്നത് മാത്രം അത് നല്ല രുചിയാണെന്ന് മാത്രമേ ആളുകൾ കാണിക്കുള്ളൂ. ഈ കഴിച്ച ആളുകൾ പിന്നീട് രോഗികളായതിന്റെ ദൃശ്യങ്ങളൊന്നും കാണിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ മുഖം മാത്രമാണ്. അത് അവരുടെ ജീവിതത്തിലെ നന്മകളും സന്തോഷങ്ങളും മാത്രം. അതിന്റെ അപ്പുറം കാറ് ഇറക്കണ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്റെ EMI അടക്കാനില്ലാതെ നെഞ്ഞു പൊട്ടുന്നത് നമ്മൾ കാണില്ല. നല്ല വലിയ വീട് കയറ്റി 3000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. ഹൗസ് വാമിങ്ങിന് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഉഷാറായി. വന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചു പോയി. പിറ്റേ ദിവസം മുതൽ ഓൻ കരയാൻ തുടങ്ങി. കാരണം 1-ാം തീയതി വരുമ്പോൾ എന്താവുക എന്നുള്ളത് അവൻ ചിന്തിക്കണത്. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല. ഇനി ശരീരത്തെ സംരക്ഷിക്കാനുള്ള 5ാമത്തെ മാർഗനിർദ്ദേശമായിക്കൊണ്ട് ഇസ്ലാം പറഞ്ഞത് തഹരീമുൽ ഖബാഇദ്, നിഷിദ്ധമായ മനുഷ്യന്റെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്ന നിരോധനങ്ങളുണ്ട്. ആ നിരോധിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ഒരു വിശ്വാസി മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള 6ാമത്തെ മാർഗനിർദ്ദേശമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അണുബാധ പടരുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. അത് ക്വാറന്റൈൻ എന്ന് നമ്മൾ പറയില്ലേ, രോഗം പടരുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള 7ാമത്തെ നിർദ്ദേശമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് രോഗബാധിതരുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും രോഗിയായി. അത് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ വിളവെടുപ്പിന്റെ കാലഘട്ടം എന്നാണ്. എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രോഗം അവന് വേണ്ടി അള്ളാഹു കണക്കാക്കിയ അനുഗ്രഹമാകാം എന്നാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതീഅത്തുൻ. ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും അവന്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? അയാളുടെ ജീവിതത്തിൽ ഒരു പാപവുമില്ലാതെ ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് അമല് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്, ആരെയും നമ്മൾ വേദനിപ്പിക്കുന്നില്ല, ഒക്കെ ഉണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട അമലുകൾ കൊണ്ട് മാത്രം അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുള്ള ഒരു സ്ഥാനം സ്വർഗത്തിലുണ്ട്. അത് ഒരാൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് മാത്രം നേടാൻ കഴിയില്ല. എങ്കിൽ അത് നേടാൻ എന്താണ് മാർഗം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നറിയോ? അവനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് വരെ അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ സന്താനങ്ങളിലും അതികഠിനമായ പരീക്ഷണം നടത്തും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ അവൻ സബർ കൈവരിക്കുന്നുണ്ടോ, ക്ഷമിക്കുന്നുണ്ടോ, എങ്കിൽ അള്ളാഹു പ്രത്യേകമായി ഒരുക്കിയ ആ സ്ഥാനത്തേക്ക് അവന് ഉയരാൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന. പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ, ഒരിക്കലേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു അലാഇന്റെ വീട്ടിലേക്ക് പോവാണ്. അവർ രോഗിയാണ്. അപ്പൊ അവരെ കാണാൻ വേണ്ടി പ്രവാചകൻ പോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല ഏത് രോഗിയെ കണ്ടാലും നമ്മൾ എന്താ പറയാന്നുള്ളത് നമുക്കറിയാം. വല്ലാത്തൊരു കഷ്ടം, എന്താ അനക്ക് മാത്രം ഇങ്ങനെ അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ പനിച്ചത്, അതിന്റെ മുമ്പല്ലേ തലവേദന ഉണ്ടെന്ന് പറഞ്ഞത്, അതിന്റെ മുമ്പല്ലേ മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടെന്ന്, അതിന്റെ മുമ്പല്ലേ യാത്ര പോയപ്പോ ഒന്ന് വീണതില്ലേ, എന്താ ചെയ്യല്ലേ, ഇങ്ങനെ പ്രശ്നം ഒന്നിനു മേലും അയാളെ സങ്കടപ്പെടുത്തുക, അയാളെ കരയിപ്പിക്കുക. പക്ഷെ റസൂലും സഹാബത്ത് എന്താ ചെയ്യോ? ഉമ്മ അലായെ നീ സന്തോഷിക്കുക. കാരണം എന്നിട്ട് പ്രവാചകൻ അവരോട് പറയാണ്, കാരണം വെള്ളിയുടെയും സ്വർണത്തിന്റെയും അഴുക്ക് തീ എങ്ങനെയാണോ നീക്കിക്കളയുന്നത്, അതുപോലെ ഒരു മുസ്ലിമിന്റെ ശരീരത്തിനെ ബാധിക്കുന്ന രോഗം കാരണം അവന്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ,
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉമ്മു മുസയ്യിബിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. പ്രവാചകൻ പറഞ്ഞു, നല്ല വിറക്കുന്നുണ്ടല്ലോ, നല്ല പ്രയാസത്തിലാണല്ലോ, എന്ത് പറ്റി? പനിക്കുന്നു. ആ പനിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉമ്മു മുസയ്യിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പനി കൊണ്ടൊരു നന്മയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, നീ പനിയെ ചീത്ത പറയരുത്. കാരണം ഇരുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ ഉലയിൽ വെച്ച് എങ്ങനെയാണോ നശിപ്പിച്ച് ശുദ്ധീകരിക്കുന്നത്, അതുപോലെ നിന്നെ പനി ബാധിച്ചാൽ ആ പനി കാരണം നീ ചെയ്തു പോയ തിന്മകൾ, പാപങ്ങൾ പരിഹരിക്കപ്പെടും, മായ്ക്കപ്പെടുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അത് കാത്തു സൂക്ഷിക്കാനിരിക്കും നിങ്ങൾക്കും കഴിയണം. അതുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്താ അടയാളം? നല്ല വീട്, നല്ല കാറ്, കുറേ സ്ഥലം, റിസ്ക്കിനുള്ള പല വിധത്തിലുള്ള മാർഗങ്ങൾ, പട്ടിണിയും പരിവട്ടമൊന്നുമില്ല, സങ്കടമല്ല, പ്രയാസമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകണം. അപ്പൊ അതിനർത്ഥം എന്താ? അള്ള എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ള ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രത്യേകത എന്തെങ്കിലും മഹാനബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന സ്വാലിഹീന യുശദ്ദദു അലൈഹിം ഇല്ലാ ഹുത്തദ ബിഹി അൻഹു ഖതിഅതുൻ വറുഫിഅ ബിഹാ ദറജ. സ്വാലിഹീങ്ങൾക്ക് പ്രയാസം അതികഠിനമായിരിക്കും. തീർച്ചയായും ഒരു വിശ്വാസിക്ക് രോഗം കാരണത്താൽ അവന്റെ തിന്മകൾ കൊഴിഞ്ഞു പോവുകയും അവന്റെ സ്വർഗത്തിലെ സ്ഥാനം ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. കുറെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? പടച്ചോൻ എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും എന്ത് ചെയ്യാം? ആ ഒരു വിഷയത്തിൽ ചിന്തിക്കണമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഏതൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഒരു മനുഷ്യന്റെ ശരീര ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആ മേഖലകളെല്ലാം കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിലും മുവഹിദീങ്ങളിലും മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ ആശ്വാസവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളൊരു കൂട്ടം നരകത്തിലേക്കും മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തിരിച്ചു വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കബറിടത്തിൽ അല്ലാഹു പ്രകാശം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ശാരീരികമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദനകളും നൊമ്പരങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായ ഞെരുക്കത്തിലും കടബാധ്യതയിലും അകപ്പെട്ടുകൊണ്ട് മനസ്സ് തകർന്നുപോയി ജീവിതത്തെ പ്രയാസത്തോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين.